ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഡിന്നർ കഴിക്കാം. അതിനായി നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ഈഞ്ചക്കൽ എന്ന സ്ഥലത്തുള്ള ഭൂമി റെസ്റ്റോ ബാറിലാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ആകർഷിക്കുന്നത് ഇവരുടെ ആ ഒരു ആംബിയൻസ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു കളർ കോമ്പിനേഷനും ചെടികളും, ധാരാളം ചെടികൾ ഇവിടെ ഉണ്ട്. ഓപ്പൺ എയറിൽ നമുക്കിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് ചെടികളുടെയൊക്കെ ആ ഒരു സൈഡിൽ ടേബിൾസൊക്കെ അറേഞ്ച് ചെയ്ത് സൈഡിൽ കുറച്ചൊരു ചെറിയ വെള്ളച്ചാട്ടവും അതുപോലുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തരത്തിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അല്ല ഇൻഡോർ ഡൈനിങ് വേണമെന്നുള്ളവർക്ക് അകത്തിരിക്കാം. മുൻകൂട്ടി വിളിച്ച് റിസർവ് ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. കാരണം ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ്. ഞാനും അപ്പോസും കൂടെ അകത്ത് ഒരു ഇൻഡോർ ഏരിയയിലുള്ള ആ ഒരു ടേബിളാണ് നമുക്ക് കിട്ടിയത്. മെനു ഒക്കെ സ്കാൻ ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് മെനു ഒക്കെ കിട്ടും. അതിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് ഓർഡർ ചെയ്യും. സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത് ഒരു ടിക്കയാണ്. മത്താനിയ മുറുക്ക് ടിക്ക എന്ന പേരുള്ള ഇതിൻ്റെ പ്രത്യേകത രാജസ്ഥാനിലെ മത്താനിയ ചില്ലി, ആ ഒരു മുളക് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നാണ് മെനുവിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്. കൂട്ടത്തിൽ 2 സൈഡ്സായിട്ട് ഒരു പുതിന ചട്നിയും പിന്നെ സ്വീറ്റ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വെജ് സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത് സ്റ്റഫ്ഡ് മഷ്റൂം ആയിരുന്നു. ഭൂമി മഷ്റൂം എന്ന പേരുള്ള അവരുടെ ഒരു സിഗ്നേച്ചർ ഡിഷാണ്. ഈ ഓരോ ഐറ്റംസും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത യുണീക്കായിട്ടുള്ള പേരുകളിലുള്ള കുറച്ച് ഡിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത് മെയിൻസിൻ്റെ സമയമാണ്. മെയിൻസിൽ നമ്മൾ ഓർഡർ ചെയ്തത് പാസ്തയാണ്. ഓറഞ്ച് ചില്ലി പാസ്ത എന്നാണ് ഈ ഐറ്റത്തിൻ്റെ പേര്. ചെറിയൊരു ഓറഞ്ച് ഫ്ലേവറും കുറച്ച് ചില്ലിയൊക്കെ ഇട്ടിട്ടുള്ള സാധനമായിരുന്നു. അടുത്ത് ഓർഡർ ചെയ്തത് മട്ടൻ്റെ ഒരു ഡിഷായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും തേങ്ങാപ്പാലൊക്കെ ഇട്ട് ഒരു 2-3 മട്ടൻ പീസൊക്കെ ഇട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടനൊക്കെ ആയിരുന്നു. അതെല്ലാം ഇട്ടിട്ടുള്ള നല്ലൊരു കറിയായിരുന്നു. നല്ല ചൂടായിട്ട് സർവ് ചെയ്ത് കൂട്ടത്തിൽ കഴിക്കാനായിട്ട് തന്തൂരി റോട്ടിയും ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഉള്ളൊന്ന് തണുപ്പിക്കാം. അതിനായിട്ട് സ്പൈസി ബ്ലൂം എന്ന പേരുള്ള ഒരു മോക്ടെയിലാണ് ഓർഡർ ചെയ്തിരുന്നത്. ചില്ലി ഫ്ലേക്സും മാംഗോ ജ്യൂസും ലൈം ജ്യൂസും മിൻറ്റും ഒക്കെ ചേർന്നുള്ള ഒരു സാധനമായിരുന്നു. ഇനി കുറച്ച് മധുരം കഴിക്കാം. അതിനായി ടെക്സ്ചേഴ്സ് ഓഫ് ചോക്ലേറ്റ് എന്ന പേരുള്ള ചോക്ലേറ്റിൻ്റെ എന്തൊക്കെയോ ഐറ്റംസ്, ഗനാഷയും സ്പോഞ്ചും എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഡെസേർട്ടായിരുന്നു ഓർഡർ ചെയ്തത്. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ അവിടുത്തെ ആംബിയൻസിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം കൂടെ നടന്നു. ഇവിടെ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ കഴിക്കാൻ വന്നവരെല്ലാം ഫോട്ടോ എടുക്കുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡിഷുകളുടെയൊക്കെ പ്രൈസ് വരുന്നത് ഒരു 400-500 റേഞ്ചിലാണ് കേട്ടോ.